ഡോക്ടേഴ്സൊക്കെ കൂടിയിട്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളെ ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ വൈറ്റമിൻ സി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഹാർട്ട് ഓപ്പറേഷനോ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയ്ക്കും നല്ലൊരു ഇത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി എന്ന പേരിൽ നമുക്ക് ടാബ്ലറ്റ് ആയിട്ടും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കവചപ്രാശത്തില് പ്രധാനമായും നെല്ലിക്കയിലാണ് ഇതുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും. നമ്മളിത് പറയുന്ന സമയത്ത് നമ്മളോട് ചോദ്യം വരുന്നത് എന്താന്ന് പറഞ്ഞാല്, ഇങ്ങനെയാണെങ്കിൽ പിന്നെ നാരങ്ങയിലുണ്ട് വൈറ്റമിൻ സി ഉണ്ട്, നെല്ലിക്കയിലുണ്ട്, ഇതൊക്കെ നമുക്ക് കഴിച്ചൂടെ എന്നുള്ളതാണ്. അത് കഴിച്ചാൽ പോരെ, ഇത് കഴിക്കണമെന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നമ്മളെ ചില ഭക്ഷണങ്ങള് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ശ്വസന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങളെ പറ്റി നമ്മൾ പോകുന്നത് അവിടെയാണ്. അങ്ങനെയാണ് നമ്മൾ ആ കാരണമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നമ്മൾ എത്തിപ്പെടുന്നത് എവിടെയാ? ഭക്ഷണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കാണ് എത്തിപ്പെടുക. അതെന്തൊക്കെയാ? അതായത് നമ്മളെ സാധാരണയായിട്ട് നമുക്ക് അസുഖം വരുന്ന സമയത്ത് മ്യൂക്കസ്, അതായത് കഫം വരുന്നത് ലങ്സിന്റെ വാളിൽ നിന്നുള്ള സെൽസിൽ നിന്നാണ്. ആ സെല്ല് ആണ് കഫം ഉണ്ടാക്കുന്നത്. പക്ഷേ ആ സെല്ലിനുള്ള ഫ്യൂവൽ എന്തെന്നാണ്? സെല്ലിനൊരു ഭക്ഷണം വേണമല്ലോ. ആ സെല്ലിനുള്ള ഫ്യൂവലാണ്, കഫം ഉണ്ടാക്കാനുള്ള ഫ്യൂവലാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ വരുന്നത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഭക്ഷണങ്ങൾ നമ്മളിപ്പോൾ സാധാരണയായിട്ട് കഫ്നില് കവചപ്രാശം, ആന്റി അലർജി സിറപ്പ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് സുഖം ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ നല്ല ക്ലിയർ ആവുന്നുണ്ടാവില്ല, റിസൾട്ട് ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് സുഖം ഉണ്ടായി പിന്നെ അത് നിർത്തുന്ന സമയത്ത് വീണ്ടും വരും. ചില കേസ് അങ്ങനെ പറയാറുണ്ട്, അത് നിർത്തുന്ന സമയത്ത് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സാധാരണ എന്താ പറയാ? നമ്മൾ സാധാരണ എന്താ പറയാ? അത് നമുക്കൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് ഇങ്ങനെ അവശേഷിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഈ ഒരു ഭക്ഷണം, ചില കാര്യങ്ങള് പഥ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പലരും പറയുക പഥ്യം ഇല്ല ഇതിൽ നിന്നാണ്. പക്ഷെ പഥ്യം ഉണ്ട്. കാരണം ജീവിതശൈലി രോഗങ്ങൾ വന്നിരിക്കുന്നത് അവനവൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടും ഭക്ഷണം കൊണ്ടുമാണ്. അപ്പോൾ സാഹചര്യം കൊണ്ടാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ തണുപ്പ് കൂടുതലല്ലേ, ഇപ്പൊ ജമ്മു കാശ്മീരിലൊക്കെ പോയി പിന്നെ താമസിക്കുകയാണെങ്കിൽ, അതുപോലെ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ഈ ശ്വാസവും മുട്ടലും കഫക്കെട്ടൊക്കെ കൂടും. പക്ഷെ അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷെ അവിടെയാണ് ഭക്ഷണവും വളരെ വളരെ ഈ കഫക്കെട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഭക്ഷണവും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും. അതിൽ എന്തൊക്കെയാണ് കഫം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ചോദിച്ചാല്, പുളിയുള്ള സാധനങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റമിൻ സി ടാബ്ലറ്റ്, വൈറ്റമിൻ സി ഉണ്ടാകുന്നത് ഫ്രൂട്ട്സിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്, നാരങ്ങയിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, സ്ഥിരമായിട്ട് ജലദോഷം ഇതൊക്കെ വരുന്ന ആൾ നാരങ്ങേന്റെ സീസണിലൊക്കെ ആണെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് ജലദോഷം ഉണ്ടാകും. കാരണം പലപ്പോഴും അനുഭവമാണ്. ഈ ഓറഞ്ച് വില കുറഞ്ഞൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇഷ്ടംപോലെ വാങ്ങി കഴിക്കും. പക്ഷേ ഏറ്റവും പുളിയുള്ള സാധനങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഈ ശരീരത്തിൽ ഇതെന്താ ചെയ്യുന്നത്? ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇൻഫ്ലമേഷൻ എവിടെ ഉണ്ടാക്കും? അപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമുക്ക് നീർക്കെട്ട്, അതിന്റെ അലോപ്പതിയും ഇതിൽ ഇൻഫ്ലമേഷൻ, അതായത് മലയാളത്തിൽ നീർക്കെട്ട് എന്ന് പറയാം. നമുക്ക് സാധാരണയായിട്ട് ജോയിന്റ് പെയിൻ ഒക്കെ വരുന്നത് എന്തുകൊണ്ടാ? ഈ സെല്ലില് നീർക്കെട്ട് വരുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ സാധാരണയായിട്ട് ജോയിന്റ് പെയിനും ഒക്കെ വരുന്ന സമയത്ത് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് കൊടുക്കുക. നോൺ സ്റ്റിറോയിഡ് അല്ലാത്ത NSAID എന്ന് പറയും, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ഇതാണ് കൊടുക്കുക. അപ്പൊ അതില് സ്റ്റിറോയിഡ് അല്ലാത്തത്, അപ്പോ അങ്ങനെയുള്ള കാറ്റഗറി നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിൽ പെട്ടതാണ് ഐബുപ്രൂഫൻ, പാരാസിറ്റമോള്, അതുപോലെ ഈ ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട്. അപ്പോൾ ഡൈക്ലോഫെനാക്ക്, സോഡിയം, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഇത് ടാബ്ലറ്റ് ഒക്കെ. ഇതിനൊക്കെ എന്താന്ന് പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ അലോപ്പതിയിൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും ഇല്ല. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് പെട്ട ഇതുപോലെയുള്ള ഐബുപ്രൂഫൻ, അതുപോലെ പിന്നെ പാരാസിറ്റമോള്, വേദനയ്ക്കൊക്കെ അനാൽജസിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അനാൽജസിക് എന്ന് പറഞ്ഞാൽ വേദന കുറയ്ക്കുന്ന സാധനങ്ങളാണ്. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന സാധനം. എവിടെയാണോ ഇൻഫ്ലമേഷൻ വരുന്നത്
സെല്ലിന് ഇൻഫ്ലമേഷൻ വരുന്നത് അവിടെ വേദനകളും അതുപോലെ തന്നെ വീക്കങ്ങളും ഒക്കെ വരും. അപ്പൊ ലങ്സിലാണ് അത് വരുന്നതെന്നുണ്ടെങ്കിൽ ലങ്സിൽ എന്ത് ചെയ്യുന്നതാണ് കഫം വർദ്ധിക്കും. കഫം വർദ്ധിക്കുന്ന സമയത്ത് അവിടെ ബാക്ടീരിയ ഗ്രോത്ത് വരും. നമ്മൾ സാധാരണയാണ് പറയേണ്ടത് ഇൻപുട്ട് ശരിയായാൽ ഔട്ട്പുട്ട് ശരിയാവുന്നത്. നമുക്ക് ഇൻപുട്ട് ഏതാണ്? നമ്മൾ ഇൻപുട്ട് ജീവികളിപ്പം മൂക്കിൽ കൂടി ഒന്ന് വായിൽ കൂടി, ഇതാണ് ഇൻപുട്ട് വരുന്നത്. ഔട്ട്പുട്ടും വരുന്നത് അതാണ്. അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ശരിയായാലേ എല്ലാം ക്ലിയർ ആയി. അപ്പൊ ഇൻപുട്ടിൽ ജീവികൾക്കും ജന്തുജാലങ്ങൾക്കൊക്കെ ഒരേ കാര്യങ്ങളാണ് കിട്ടുന്നത്. അതിൽ നമ്മളെ പരിസര മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം ഒക്കെ നമ്മൾ ഇൻപുട്ടിനെ ബാധിക്കും. കാരണം അത് വായിൽ കൂടെ ആയാലും മൂക്കിൽ കൂടെ ആയാലും കാർബൺ മോണോക്സൈഡ് ആണെന്ന് വാഹനങ്ങളുടെ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുടെ അതിപ്രസരം കാരണം നമുക്ക് കിട്ടുന്ന മാരകമായ ശ്വസന വ്യവസ്ഥയെ തകരാറിലാക്കുന്ന ഒരു സാധനമാണ് വാഹനങ്ങളുടെ പുകയിലുള്ള കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ നമുക്ക് ലങ്സിനെയൊക്കെ ബാധിക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയുന്നതാ, അതായത് സാധാരണ തമാശ പറയലുണ്ട്, ജലദോഷം വന്നാല് പിന്നെ ഗുളിക കഴിച്ചാൽ 7 ദിവസം വേണം, ഇല്ലെങ്കിൽ ഒരാഴ്ച മതി. ഗുളിക കഴിക്കാതിരുന്ന ഒരാഴ്ച മതി, ഗുളിക കഴിച്ചാൽ 7 ദിവസം വേണം തമാശ രൂപത്തിൽ പറയാറുണ്ട്. കാരണം ഇത് എങ്ങനെയാലും എന്ത് നിങ്ങൾ കഴിച്ചാലില്ലൊക്കെ 7 ദിവസം കൊണ്ട് എങ്ങനെയാലും ഒരാഴ്ച നിൽക്കും എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത്, ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്ത് ഇത് ടൈം എടുക്കും കുറെ, ഇല്ലെങ്കിലും 3-4 ദിവസം കൊണ്ട് ഒന്നും കഴിച്ചാലില്ലെങ്കിലും ഒക്കെ നമുക്ക് പോകും. പക്ഷെ അലോപ്പതി മെഡിസിനിൽ നമ്മൾ കഴിക്കുന്ന ജലദോഷം വന്ന അന്നേരം പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സിട്രിസിൻ അല്ലെങ്കിൽ ലെവോസിട്രിസിൻ എന്ന ടാബ്ലറ്റ് ആണ്. ഇതൊക്കെ അല്ലെങ്കിൽ മുമ്പൊക്കെ ഞങ്ങളത് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫാർമസി കോഴ്സ് കഴിഞ്ഞിട്ട് പ്രവർത്തിക്കാൻ തന്നെ അന്നൊക്കെ കിട്ടും സാധനം അവിൽ 25, അവിൽ 50 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് അലർജി പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കഴിക്കും. ഇതിന്റെ ഏറ്റവും വലിയ അവിൽ 25 ഒക്കെ കഴിക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തടി കൂടുതലായിരിക്കും. ഞാൻ സാധാരണയായിട്ട് അലർജി ഉള്ള ആൾക്കാരായിട്ട് പോകുന്ന സമയത്ത് ഫോണിലൂടെ ചിലപ്പോൾ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ കാണാതെ അവരോട് ആൾ ലേശം തടിയുള്ള ആളാണല്ലോ എന്ന് ചോദിക്കും. ആൾലേശം തടി അലർജി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അലോപ്പതി ഒരുപാട് കഴിച്ചില്ലേ എന്ന് ചോദിക്കും. ഒരു 5-6 കൊല്ലം കുറെ ആയി കഴിക്കുന്നത്. അപ്പൊ തടി ലേശം കൂടുതലാണല്ലോ എന്ന്. കറക്റ്റ് ആയിരിക്കും അത്. അപ്പൊ തടി കൂടുതലാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്കൊരു വിശ്വാസം വന്ന് കാണാതെ തന്നെ എന്റെ തടി കൂടുതലാണ് എന്ന് പറഞ്ഞല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ 5-6 വർഷം ഇത് കഴിച്ചാൽ ഉള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ തടി കൂടുക എന്ന് പറയുന്നത്. അപ്പൊ ഈ അലോപ്പതി കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മെലിഞ്ഞ ആളല്ലേ എന്ന് വെച്ചാൽ അതെ മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പം കുറച്ച് തടിയൊക്കെ കൂടിയെന്നല്ല. അപ്പൊ കഴിച്ച ഭക്ഷണം കൊണ്ടാണ് തടി. ചില ആൾക്കാർ പറയാറില്ല ഞാൻ ഒരു ഭക്ഷണം വളരെ കുറവാണ് പക്ഷെ എനിക്ക് തടിക്കുന്നുള്ള. അതിങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലങ്സിന് ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് അവിടെ കഫം കൂടും. അപ്പോ കഫം ഇങ്ങനെ സ്ഥിരമായിട്ട് കഫം ഉണ്ടാക്കുന്നത് സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ മദ്യം കഴിക്കുകയാണെങ്കിൽ ഉണ്ടാവും, അതുപോലെ പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഉണ്ടാവും. ഉദാഹരണം പുളിയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ പിന്നെ ഓറഞ്ച്, അതുപോലെ പൈനാപ്പിള്, ഗ്രേപ്സ്, ഇതൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ കവചപ്രാശവും ആന്റി അലർജി സിറപ്പും കഫ്നീലും കഴിക്കുക, അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് അല്ലേ നല്ല സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതും കഴിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അവിടെയാണ് പലപ്പോഴും ഫെയിൽ. അപ്പം നമ്മൾ കവചപ്രാശവും കഫ്നിലും കൊടുത്ത് ഇത് മാറുന്നു പറഞ്ഞ് പോന്നാൽ മാത്രം പോരാന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അവിടെയാണ്. അപ്പൊ അത് ചിലപ്പം വാങ്ങിയില്ലെങ്കിലോ അങ്ങനെയുള്ള കഴിക്കരുതെന്ന് വാങ്ങിയില്ല. ഇപ്പൊ മോര്, പാലുൽപ്പന്നങ്ങള് ഇത് ഒഴിവാക്കണം. ഏറ്റവും കൂടുതൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന് സാധാരണയായി ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്, അതായത് ഒരു 16 മണിക്കൂർ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മൾ അസുഖങ്ങൾ ശരീരം മാറ്റിക്കൊള്ളുന്ന. അതായത് രാവിലെ നല്ലവണ്ണം ബ്രേക്ക്ഫാസ്റ്റ് നല്ലവണ്ണം കഴിക്കുക, ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരു 3-4 മണിക്ക് കഴിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഏകദേശം ഒരു 16 മണിക്കൂർ നമ്മൾ ശരീരം ഭക്ഷണമൊന്നും ഇല്ലാതെ ആണെങ്കിൽ ശരീരം തന്നെ റിപ്പയർ ചെയ്യുന്ന. നമ്മളിവിടെ ഇപ്പോൾ ഉള്ള സ്ഥിതി എന്താ? ഒരു ദിവസം 2-3 കല്യാണം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്ന നമ്മൾ ഏകദേശം രാവിലെ തുടങ്ങും ഭക്ഷണത്തിന്റെ, അത് ഏകദേശം രാത്രി 9 മണി വരെ പോകും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ശരീരം സാധാരണ നമ്മളൊക്കെ പറയുന്ന 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കണം എന്നാണ്. കാരണം 7 മണിക്ക് ശേഷം ഒരു പക്ഷിമൃഗാദികളൊന്നും കാര്യമായിട്ട് ഒരു ഇതൊന്നും ഭക്ഷണം കഴിക്കാറില്ല. സന്ധ്യയോടുകൂടി, സന്ധ്യ എന്ന് പറഞ്ഞാല് പകലും രാത്രി അല്ലാത്തൊരു ദിവസമല്ല, അത് ആ ഒരു സമയത്ത് അന്തരീക്ഷം മലിനീകരണപ്പെടും എന്നുള്ളതാ പറയുന്നത്. ഒരു സയൻസ് അതാണ് പറയുന്നത്. അപ്പോ
നമ്മളിത് എന്താന്ന് പറഞ്ഞാൽ ഭക്ഷണം 7 മണിക്ക് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് ദഹനം നടക്കും. അപ്പോൾ 9 മണി കണക്കാക്കുകയാണെങ്കിൽ 9, 10, 11, 12 ഈ സമയത്താണ് ശരീരത്തിന്റെ റിപ്പയർ നടക്കേണ്ടത്. അപ്പോൾ റിപ്പയർ നടക്കുന്ന ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ റിപ്പയർ നടക്കില്ല, അപ്പോൾ അസുഖം ഭേദമാവില്ല. അതേസമയത്ത് 7 മണിക്ക് മുമ്പ് അത് കഴിച്ചാൽ റിപ്പയറിനുള്ള സമയം ശരീരത്തിന് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രോഗം വന്നിട്ട് മാറണമെങ്കിൽ നമ്മൾ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ലൈഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മാറി മാറി പോകും. സ്ലൈഡ് ആകുമ്പോൾ നമുക്ക് ഒരു ശിസ്റ്റായിട്ട് പറയാനും കഴിയുമല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, അതായത് പാൽ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. തണുപ്പിന്റെ സാഹചര്യം നമ്മൾ ഒഴിവാക്കണം. അപ്പോ സ്വാഭാവികമായിട്ടും പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ശരിക്ക് കഫം നല്ലോണം വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ചായ കഴിച്ചാലും മതി. നമ്മൾ കഫക്കെട്ടുള്ള സമയത്ത് ഒരു പാലൊഴിച്ചുള്ള ചായ കഴിച്ചാലും മതി. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കരുത്, ചോറ് കൂടുതൽ കഴിക്കരുത്. പിന്നെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് വൈറ്റമിൻ സി ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ വൈറ്റമിൻ സി ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ട്, ഫ്രൂട്ട്സ് കഴിച്ചാൽ പോരെന്ന് വെച്ചാൽ കഴിക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് കിട്ടേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് പിന്നെ തണുപ്പില്ലാത്ത രീതിയിൽ പിന്നെ നമുക്ക് കിട്ടുന്നതാണ് സാധനം കവചപ്രാശമൊക്കെ. ഇനി കവചപ്രാശത്തിലെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതായത് നമുക്ക് ചൂട് നൽകുന്നത്, തിപ്പിലിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഉഷ്ണം ഉണ്ടാക്കുന്ന, അപ്പോൾ ഈ തണുപ്പുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, അത് അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല പ്രോഡക്റ്റുകളും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കവചപ്രാശം പോലെയുള്ള ഇത് കൊടുക്കാം. അപ്പൊ അലോപ്പതിയിൽ ഈ കഫക്കെട്ട് വന്ന് ചെറിയ ചെറിയ തുമ്മൽ വന്ന് പിന്നെ അത് കഫമായി മാറി പിന്നെ ആസ്മയായി മാറും. അപ്പൊ ആസ്മ പേഷ്യൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമയത്ത് ആസ്മയ്ക്ക് നമ്മൾ സാധാരണയായിട്ട് പിന്നെ ഡെറിഫിലിൻ അതുപോലെ തിയോവാസ്താലിൻ അടങ്ങിയ ഇങ്ങനെയുള്ള ഗുളികകളൊക്കെയാണ് കൊടുക്കുക. ഇതില് ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ അതിൽ സ്റ്റിറോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ബെറ്റ്നിസോൾ എന്നുള്ള ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആസ്മയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സ്റ്റിറോയിഡ് ആണത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ഒരു 4 ദിവസത്തേക്ക് ഡോക്ടർ എഴുതി കൊടുക്കും, ഒരു 5 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഡോക്ടർ എഴുതി കൊടുക്കും. അത് ആദ്യം പിന്നെ 1 വീതം 2 നേരം കഴിക്കുക 2 ദിവസം, പിന്നെ 1 വീതം 2 നേരം കഴിക്കുക, പിന്നെ അര ഗുളിക രാത്രി കഴിക്കുക, എങ്ങനെയാ കൊടുക്കുക. പക്ഷെ ഇതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ വാങ്ങി കഴിക്കുക എന്നുള്ള പരിപാടികളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മെഡിക്കൽ ഷോപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ ഏൽപ്പിച്ച സമയത്ത് ഞാൻ അവിടെ പിന്നെ പേരാമ്പ്ര സ്റ്റാൻഡിലായിരുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നിട്ട്, അതുപോലെ വേറൊരു ഫാർമസിസ്റ്റ് ഉണ്ട്, അപ്പോൾ ലേഡി, അവരോട് ഒരു ഗുളിക വാങ്ങിയിട്ട് പിന്നെ കയ്യിൽ കിട്ടിയതിന് ശേഷം അതൊക്കെ പൊതിഞ്ഞ് കിട്ടിയതിന് ശേഷം എൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് എന്നോട് ചോദിച്ച് ഇതിനെന്തേ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് ഗുളിക വാങ്ങിയത്? അപ്പോൾ ഈ ബെറ്റ്നിസോൾ എന്നുള്ള ടാബ്ലറ്റാണ് വാങ്ങിയത്, സ്റ്റിറോയിഡാണ് വാങ്ങിയത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് എന്തിനാണ് ഇത്ര 10-50 ഗുളിക വാങ്ങിയിട്ടുണ്ടായത്? അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ആ ലേഡിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഇതെന്ന് ചോദിച്ച സമയത്ത് ഇത് പ്രസവരക്ഷാലേഹത്തിൽ ചേർക്കാനാണെന്നാ പറഞ്ഞത്. പ്രസവരക്ഷാലേഹം ഉണ്ടല്ലോ, നമ്മൾ സാധാരണയായിട്ട് ഇപ്പൊ ഈ മാസങ്ങളിലൊക്കെയാണ് അത് ഈ ഡെലിവറി കഴിയാത്ത ആൾക്കാർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൻ പ്രദേശം ഉണ്ടാക്കുന്നതിൽ പെട്ടതാണ് ഈ ലേഹം. അപ്പോ ഇത് ഞാൻ ചോദിച്ചു ഇതിൽ ചേർക്കുന്നതിലുള്ള ഗുണം എന്താന്ന് ചോദിച്ച സമയത്ത് അയാൾ പറയാ ഇത് ചേർത്താൽ ലേശം നല്ല തടി കൂടും. അപ്പോ അപ്പുറമുള്ള ആൾക്കാർ, അപ്പുറം അശോകേട്ടന്റെ പിന്നെ അടുത്തുള്ള പിന്നെ ലേഹം നല്ല സാധനമാണ്, മെലിഞ്ഞ് ഞാൻ കഴിച്ച ശേഷം നല്ല തടി വന്നു എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പെട്ടെന്ന് തടിക്കുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിറോയിഡ് അതിൽ ചേർത്ത് എന്നുള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയെന്നാൽ ഇത് വലിയ ദൂരമൊന്നും പോകണ്ട, എൻ്റെ ഏരിയ ആയ പേരാമ്പ്രയിൽ നിന്ന് പോലും ഈ ഗുളികകൾ ഇങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കുന്ന പിന്നെ ലേഹം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ആയുഷ് സർട്ടിഫിക്കേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സർട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അപ്പൊ അത് നമ്മളെ കവചപ്രാശത്തിനുണ്ട്. അപ്പോ പലപ്പോഴും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് പോകുമ്പോൾ എല്ലാവർക്കും പേടി സംശയമൊക്കെ ആയിരിക്കും, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണ്ടേ എന്നുള്ളത്.
അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മളെല്ലാം രോഗാവസ്ഥയിലുള്ള ആൾക്കാരെയാ പോയി കാണുന്നത്. രോഗമില്ലാത്ത ആൾക്കാർ 10 ആൾക്കാർക്ക് നിങ്ങൾ പ്രോഡക്റ്റ് കൊടുത്ത് നിങ്ങൾ പറയും നിങ്ങൾ കഴിവുള്ള ആളാണ് നിങ്ങള്. ആ വ്യക്തി രോഗമില്ലാത്ത ഒരു 10 ആൾക്ക് ഞാൻ ഈ മാസം പ്രൊഡക്റ്റ് എല്ലാരും എന്താ പറയുന്നത് ഞാന് പിന്നെ കഫക്കെട്ട് മാറി, ജലദോഷം മാറി, പനി മാറി, പിന്നെ സോറിയാസിസ് മാറി ഇതൊക്കെ പറയുന്നുണ്ടല്ലേ. പക്ഷെ നമുക്ക് രോഗമില്ലാത്ത 10 ആൾക്ക് നിങ്ങള് ഞാൻ ഈ മാസം 10 ആള് പേര് പറഞ്ഞ് രോഗമില്ലാത്ത ആൾക്കാർക്ക് ഞാൻ പ്രോഡക്റ്റ് കൊടുത്തെന്ന് പറഞ്ഞാല് അത് നിങ്ങളൊരു കഴിവാണ്. കാരണം എന്ന് വെച്ചാല് രോഗമില്ലാത്തവര് ഇത് വാങ്ങുക എന്ന് പറയുന്നത് ലേശം നമ്മള് പ്രയാസപ്പെടണം. അപ്പൊ അതിനെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യത്തിലേക്കാണ് നമ്മള് കൂടുതലായിട്ട് പഠിക്കണം. കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ പഠിച്ചിട്ട് ചെയ്യേണ്ട ബിസിനസ്സാണിത്. ഇത് നമ്മളെന്താ വെച്ചാ പണ്ടുള്ള ആൾക്കാര് പിന്നെ പാരമ്പര്യമായിട്ട് നൽകിയ ചികിത്സേന്റെ ഒരു പിന്നെ തുടർച്ചക്കാരാണ് നമ്മളെല്ലാവരും. അതായത് നമ്മളീ പാരമ്പര്യ ചികിത്സ നടത്തിയത്. അപ്പൊ അത് അവര് പാരമ്പര്യമായിട്ട് അവര് കിട്ടിയ അറിവുകളാണ്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാ എന്റെ അച്ഛന്റെ അടുത്ത് ഇരുന്നിട്ടുള്ള പിന്നെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് രാത്രിയാവുന്ന സമയത്ത് വന്നു കഴിഞ്ഞാല് ഷോപ്പിന്നെല്ലാം വന്നു കഴിഞ്ഞാല് ഞാൻ ഔഷധീന്റെ ഏജൻസി ഒക്കെ നടത്തിയതാണ്. അപ്പൊ അതുപോലെ തന്നെ വീട്ടിലൊക്കെന്ന് പറഞ്ഞാല് എല്ലാ അരിഷ്ടങ്ങളും ദശമൂലാരിഷ്ടം, പിപ്പല്യാസം, വാശാരിഷ്ടം, മുസ്താരിഷ്ടം, കനകാസവം, ആരംഗതാരിഷ്ടം, കവിതാരിഷ്ടം, കുടയാരിഷ്ടം, ലോഹാസം, പിപ്പല്യാസം, സാരസ്വതാരിഷ്ടം എന്ന് പറഞ്ഞ അരിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടും കേട്ടും വളർന്ന് ഒരു ഇതുള്ളതുകൊണ്ട് അതിനോടൊരു ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഒരു രോഗി വരുന്ന സമയത്ത് അല്ലെ രോഗിയോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് സെയിൽ ചെയ്യുക എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ ആ രോഗിയെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് സാധാരണ പറയാറില്ലേ. അപ്പൊ നമുക്കെന്താ എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചപ്പോ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൂന്ന് ഹോസ്പിറ്റൽ ഇക്ര, മിംസ്, മെഡിക്കൽ കോളേജ് ഈ 3 ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഓപ്പറേഷൻ പറഞ്ഞ കേസ് പിന്നെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. മുമ്പ് ഞാൻ പറഞ്ഞോ എന്നുള്ളത് അറിയില്ല. അപ്പോ ഞാൻ അതൊന്ന് കൂടി വിശദീകരിക്കുക. അതായത് ഒരു ലേഡിയാണ് പിന്നെ ശിവശങ്കർ സാറുണ്ട് എന്റെ DTC ലീഡറാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ച് അനിൽ സാറേ നമ്മളെ ഒന്ന് കാണണം, നമുക്കൊരു പിന്നെ കാര്യം സംസാരിക്കാനുണ്ട്, ഒരാളെ കാണാനുണ്ട്, നിങ്ങൾ എന്തായാലും കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വിഷയം എത്ര സീരിയസ് ആണെന്നൊന്നും ഞാൻ അറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ പോയ സമയത്ത് ഷോപ്പിന്റെ ഉൾഭാഗത്ത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ വേറെ അനിയത്തിനെയും കൂട്ടിയിട്ടാണ് വന്നത്. ഇവരെ വന്ന് കാല് നോക്കുന്ന സമയത്ത് മുട്ടിന്റെ താഴോട്ട് തന്നെ ഭയങ്കരമായിട്ട് നീർക്കെട്ട് വന്നിങ്ങനെ തടിച്ച് കിടക്കുന്നുണ്ട്. കയ്യിന്റെ വിരൽ എന്ന് പറഞ്ഞാൽ ഒരു അറ്റ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും, അത്രയുള്ള ഒരു കുഴിയുണ്ട്. കംപ്ലീറ്റ് ചുവന്ന് തടിച്ച് കിടക്കുക. ഞാൻ കണ്ടിട്ട് സത്യത്തിൽ പേടിച്ചു പോയി. കാരണം നമ്മളൊന്നും ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരല്ലല്ലോ. അത് നമ്മളെല്ലാം എന്താ വെച്ചാല് ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം അല്ലെ നമ്മളതായിട്ടുള്ള ഒരു ഉൽപ്പന്നം കൊടുക്കാനുള്ള ധൈര്യം നമുക്ക് എന്താന്ന് വെച്ചാല് ഇത് നമുക്ക് ആയുർവേദാണ് വെൽനെസ് ആയതുകൊണ്ടല്ലേ. ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരല്ലല്ലോ. പക്ഷെ എന്റെ പിന്നെ ഭയമൊന്നും മുഖത്ത് കാണിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിലുള്ള വിശ്വാസത്തിന്റെ പേരിലാണല്ലോ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുന്നത്. പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞൊരു വിഷയം എന്താ, നിങ്ങള് അസുഖം മാറും എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറും ചികിത്സിക്കാറില്ല. എന്നോട് ചോദിക്കുന്നത് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഇത് മാറ്റിത്തരും ഇത് മാറ്റിത്തരും. ഞാൻ അസുഖം മാറും പറഞ്ഞ് ഒരു ഡോക്ടറും ചികിത്സിക്കാറില്ല. നിങ്ങൾ കഴിച്ചു നോക്കുന്ന പറയാ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കേസിൽ പിന്നെ നിങ്ങൾക്ക് ഈ കാലിന്റെ മുട്ടിന്റെ താഴോട്ട് സർക്കുലേഷൻ കുറവാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഇൻഫ്ലമേഷൻ ആണ് അവിടെ വന്നത്. സെല്ലിലൊക്കെ ഉള്ള ഇൻഫ്ലമേഷൻ ആണ് വന്നത്. ഇൻഫ്ലമേഷൻ എവിടെയും വരാം. അപ്പൊ സർക്കുലേഷൻ കുറവാണ്. സർക്കുലേഷൻ കുറവായതുകൊണ്ടാണ് വെച്ചാൽ ബ്ലഡ് അവിടെ എത്താത്തതുണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു ചൊറിഞ്ഞ് പൊട്ടിയ സമയത്ത് പിന്നെ അത് ഹീലിംഗ് നടന്നില്ല. അതായത് മുറിവ് ഉണങ്ങിയില്ല. ഉണങ്ങാത്തതിന്റെ കാരണം വെച്ചാൽ വെരിക്കോസ് വെയിനാണ് സംഭവം. അപ്പൊ ഇക്ര, മെഡിക്കൽ കോളേജ്, മിംസ് ഈ 3 ഹോസ്പിറ്റലിൽ എന്ത് പറഞ്ഞെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുന്ന് ഓപ്പറേഷനാ പറഞ്ഞതെന്നാ. അപ്പൊ ഈ 3 ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പേടിച്ചിട്ടാണ് അവര് നമ്മളിത് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഞാൻ ഇവരെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി നോക്കിയ സമയത്ത് സെഫിക്സിൻ എന്ന് പറഞ്ഞ ഗുളികകളായി ഞാൻ മനസ്സിൽ കരുതിയ ഒരു ഗുളികയുണ്ട്, അത് എഴുതിയിട്ടില്ല ആന്റിബയോട്ടിക്. അത് ആംബിസിലിൻ, ക്ലോക്സാസിലിൻ എന്നുള്ള മെഗാപെൻ 500 എന്നുള്ള ക്യാപ്സൂളാണ്. അപ്പൊ ഞാൻ ശിവശങ്കർ സാറിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും സാറേ, പിന്നെ നിങ്ങളൊരു 5 ഡേയ്സിന് ഈ മെഗാപെൻ 1/4 എണ്ണം വെച്ച് കാരണം ഇത് ഇൻഫ്ലമേഷൻ ആയിട്ടുണ്ട്, മാത്രമല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. കുറെ കുറെ പ്രാവശ്യം ഒരു സ്ഥലത്തിങ്ങനെ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ബാക്ടീരിയ ഗ്രോത്ത് വരും. അപ്പോ അവിടെ നമ്മളെ പ്രോഡക്റ്റ് ഈ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് അവിടെ കാര്യമായിട്ട് കൊടുത്തിട്ട് എഫക്ട് ചെയ്യില്ല. അപ്പൊ 5 ദിവസത്തേക്ക് ഞാൻ ആന്റിബയോട്ടിക് കൊടുക്കാനും പറഞ്ഞ് ഞാൻ കൊടുത്ത പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചാല് വെൽഹാർട്ട് കൊടുത്തു. കാരണം ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്
വെൽഹാർട്ട് കൊടുത്തു, ഡെയിലി ഡിറ്റോക്സ് കൊടുത്തു, ശരീരത്തിലെ വിഷാംശങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് പോകാൻ അത് കൊടുത്തു, ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു, വൂണ്ട് ഹീലിംഗ് കൊടുത്തു, അതിന് കൂടെ ആന്റിബയോട്ടിക് കൊടുത്തു. അപ്പോൾ ഇവരെന്നെ ഇങ്ങനെ വിളിച്ചു, അന്ന് രാത്രിയും വിളിച്ചു, ദിവസം ഇങ്ങനെ ഒരാഴ്ച തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ട് നിൽക്കും. ഞാനത് സമാധാനിപ്പിക്കും. എങ്ങനെയുണ്ടെന്ന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ്. 2 ആഴ്ച കഴിഞ്ഞ് വിളിവിന്റെ ഇത് കുറഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നില്ല. അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോൾ എടുക്കുന്നുമില്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ വിളിച്ചു നോക്കും, ഫോൺ എടുക്കൂല. പക്ഷെ അന്ന് കൈക്ക് കാശില്ലാത്തതുകൊണ്ട് ഒരു 10 300 രൂപ പിന്നെ തന്നേക്കെന്ന് പറഞ്ഞ് കൊടുത്താണ്. കയ്യില് ഞങ്ങള് ബിപി റേറ്റിനാ കൊടുത്തത്. അതായത് ഹോൾസെയിൽ റേറ്റിലും അല്ല ആണ് കൊടുത്തത്. MRPയിലല്ല കൊടുത്തത്. അങ്ങനെ കൊടുത്ത് വിട്ടതിന് ശേഷം പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒരു 2 ഒരു 5, 6 മാസം കഴിഞ്ഞതിന് ശേഷം ഒരാള് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, "അതല്ല നിങ്ങളടുത്ത് നല്ല പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടെന്ന് കേട്ട്. നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റ്." അപ്പൊ ഞാൻ ചോദിച്ചു, "നിങ്ങൾക്ക് ആരാ നമ്പർ തന്നേ?" "അതൊരാള് തന്ന നമ്പർ തന്ന് പറയരുത്, ഞാനാന്ന് അറിയുന്നത് പറയരുതെന്ന് പറഞ്ഞു." ഞാൻ പറഞ്ഞു, "കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കാനൊന്നുമില്ല. ആരാണ് നമ്പർ തന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ ഭാര്യന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പറഞ്ഞ കേസ് ഉണ്ടായിരുന്നു 3 ഹോസ്പിറ്റലിൽ. അത് നിങ്ങൾ മാറ്റി കൊടുത്തിരുന്നു." അപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇത് സംഭവം മാറി എന്നുള്ളത്. അപ്പോഴാണ് അറിയുന്നത്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി പൈസ തരാനുള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാല് 1 മാസം കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വന്ന് ഇത് നാട്ടിലൊക്കെ കിട്ടുമല്ലോ. അപ്പോ സംഭവം എന്താന്ന് പറഞ്ഞാൽ അവരെ ബന്ധു ഈ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട്. അവരടുത്തുനിന്നും വാങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവരടുത്ത് കഴിച്ചിട്ട് മാറിയില്ല. അപ്പോ നമ്മളടുത്ത് കഴിച്ചിട്ട് എന്താ മാറിയെന്ന് പറഞ്ഞാൽ അവിടെ കുറെ ഡയറക്ഷൻസ് കൊടുത്തു. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ എപ്പോൾ സാധാരണ നമ്മളെ ക്ലാസ് കേൾക്കില്ലേ ശൈലേഷ് സാറിന്റെ വൈ, വാട്ട്, വെൻ എന്നൊക്കെ കേൾക്കലില്ലേ? അതുപോലെ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എപ്പോൾ കഴിക്കണം, എന്തൊക്കെ കഴിക്കണം. അതാണ് കോമ്പിനേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോമ്പിനേഷൻസ് വളരെ പ്രധാനപ്പെട്ടാണ്. എന്തൊക്കെ, എപ്പോഴൊക്കെ, എന്തൊക്കെ കൂടെ കഴിക്കണം എന്നുള്ളത്. അപ്പം പ്രോഡക്റ്റിനെ പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിലവിൽ നമ്മളിപ്പോ പിന്നെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ട്. പുളിയുള്ള ഭക്ഷണം തന്നെ. ഇപ്പോ സാധാരണയായിട്ട് നമ്മൾ ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മള് ഇത് കൊടുക്കും. ഏത് നോവേദന ക്യാപ്സ്യൂള്, സ്പൈറുലിന, ഇനി ചില കേസിലൊക്കെ ചില ആൾക്കാരൊക്കെ പിന്നെ ഇതൊക്കെ കൊടുക്കും. പിന്നെ ഇനി 5 ഒക്കെ കൊടുക്കും. പക്ഷെ ഇവിടെ എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഈ നോവേദന ക്യാപ്സ്യൂൾ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഭക്ഷണം ഒഴിവാക്കാൻ പറയോ? ഇല്ല. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഭക്ഷണം ടാർട്ടാറിക് ആസിഡ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആസിഡാ. അതുപോലെ തന്നെ അച്ചാറുകള്, സിട്രിക് ആസിഡ് എന്താണ്, അതുപോലെ തന്നെ നമ്മളെ ലാക്റ്റിക് ആസിഡ്, ഈ ആസിഡുകളൊക്കെ പിന്നെ അച്ചാറിലൊക്കെ ആസിഡ് അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോ ഇതൊക്കെ പിന്നെ കഴിച്ചുകൊണ്ട് ഈ നോവേദന ക്യാപ്സ്യൂൾ കഴിച്ചാൽ അവിടെ ഇൻഫ്ലമേഷൻ കുറയും. എവിടെയൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടോ അവിടെയൊക്കെ ഈ പറഞ്ഞ മാതിരി അത് പിന്നെ സെല്ലില് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ സാധാരണയായിട്ട് PCOD ഉള്ള പേഷ്യൻസിനോടൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചിരുന്നു. PCODന്റെ പ്രശ്നമുള്ള വേറെ ടീമിലുള്ള ആൾക്കാരാ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ഫാറ്റി ലിവർ ഉണ്ടാവുമല്ലോ, അവർക്ക് ഫാറ്റി ലിവറിന്റെ ചോദിച്ചു നോക്കുന്നത്. PCOD ഉള്ള അധിക കേസിലും ഫാറ്റി ലിവറിന്റെ ഈ PCODന്റെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്. അവര് ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മള് PCOD ഒക്കെ വന്നാൽ ഒരു 2, 3 വർഷം 4 വർഷം മുമ്പ് കഴിച്ച ഭക്ഷണ ശൈലി ഒന്ന് നോക്കിയാൽ മതി. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണമായിരിക്കും അവർ കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഫാറ്റി ലിവർ ആവും. ആ ഫാറ്റി ലിവർ ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന നമ്മളെ ഉഗ്ര പ്രോഡക്റ്റ് ആണ് ലിവഗെയിൻ സിറപ്പും ക്യാപ്സ്യൂളും. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പൊ ഞാനീ പറഞ്ഞു വന്ന ഇൻഫ്ലമേഷൻ ആണ് ഒരു പ്രധാനം. നമ്മൾ ശ്വസിക്കുന്ന പിന്നെ വായുവിലൂടെയും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ അസുഖങ്ങൾ വരുന്നത് നമ്മൾ മാറാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ശരീരത്തിന് അത് റിപ്പയർ ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പൊ അലോപ്പതി മരുന്നായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഒരു അലോപ്പതി ഡോക്ടറും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം ഇത് ഈ മൈ ലൈഫ് സ്റ്റൈലിൽ കൂടി ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ കൂടിയൊക്കെ കിട്ടുന്ന സംഗതികളാണ്. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗത്തിനെ പറ്റിയും പ്രതിരോധ ശേഷിയെ പറ്റിയൊക്കെ ജനങ്ങള് ശ്രദ്ധിക്കപ്പെട്ടത് ജനങ്ങൾ ശ്രദ്ധിച്ചത് എപ്പോഴാ? കോവിഡ് വന്നതിന് ശേഷം. ഇമ്മ്യൂണിറ്റി എന്നൊരു വാക്ക് തന്നെ രോഗപ്രതിരോധം എന്നുള്ളൊരു വാക്ക് തന്നെ പിന്നെ ഇതാണ് കോവിഡ് വന്നതിന് ശേഷമാണ് ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറഞ്ഞാല് ചിലപ്പോഴും പിന്നെ തൈരും മോരും മീനും ഒക്കെ ഇറച്ചിയൊക്കെ കഴിക്കരുതെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഞാൻ ചിലത് കാണുന്നുണ്ട് ബിരിയാണീൻ്റെ അകത്തൊക്കെ തൈരൊക്കെ ചേർത്തിട്ട് കാണുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, പിന്നെ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതിന് ഹോസ്പിറ്റലും കൂടിക്കൊണ്ടിരിക്കുക.
അപ്പൊ ഞാൻ നേരത്തെ ആ ഒരു വാക്ക് പറഞ്ഞു, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് തന്നെ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാന്ന്. എന്തുകൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണം? ഒന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. എന്തുകൊണ്ട് പ്രോഡക്റ്റ് നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത്. ഒന്നുമല്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഇന്ന് ഇനി കോഴിക്കോടുള്ള ഇക്ര ആയാലും മിംസ് ആയാലും പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലൊക്കെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലുകളൊക്കെ. നമ്മളിനി അവിടെ പോയാൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരും. അത് മാത്രമല്ല, രോഗം വന്നിട്ട് ഇപ്പോൾ ക്യാൻസറിൻ്റെ ഒക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അലോപ്പതി നമുക്ക് ഭക്ഷണം നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഷുഗർ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാം, BP നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ക്യാൻസർ പോലും മാറി, അതായത് പിന്നെ എവിടെയാണോ ഡോക്ടേഴ്സ് പിന്നെ വീണ്ടും പിന്നെ ചികിത്സ വേണമെന്ന് പറഞ്ഞ കേസൊക്കെ നമ്മൾ 95 കഴിക്കുമ്പോഴേക്ക് വ്യത്യാസം വന്ന ഇഷ്ടംപോലെ കേസുകളുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഇത് ചികിത്സിക്കുന്നതിനുള്ള വലിയൊരു സാമ്പത്തിക ചെലവുകളും അതുപോലെ ഫാമിലിയിൽ ഒരാൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫാമിലിയിലെ ആൾക്കാർ പോലും ബുദ്ധിമുട്ടുന്ന, മാനസികമായി പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ വേണ്ട രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സേവനവും കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്രത്തോളം ഇപ്പം ഡയാബ ലൈഫിന്റെ കാര്യം തന്നെ എടുക്കാം. ഡയാബ ലൈഫ് പിന്നെ ഷുഗറിന് കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മേത്ര ഹോസ്പിറ്റലിൽ ഒരു സെമിനാറിന് പോയിരുന്നു. ആ സെമിനാർ ഞാൻ പേപ്പറിൽ കണ്ടിട്ട് ഞാൻ വെറുതെ ഫ്രീ ആയതുകൊണ്ട് പോയി നോക്കിയതാ. അപ്പൊ അവിടെ ഡോക്ടർ എന്ന് വെച്ചാൽ ഡയബറ്റോളജിസ്റ്റ് ആണ്. മെയിനായിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ഡയബറ്റിക്കിനെ പറ്റിയും പൊതുവെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ഡോക്ടർ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, ഡോക്ടർ ആർക്കെന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കാൻ എഴുന്നേറ്റ് നിന്ന്. അപ്പൊ അവരൊക്കെ സംശയം ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തുനിന്ന് അവസാനം ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഡോക്ടറെ, നമ്മള് വെളുത്തുള്ളിയില് അലിസിൻ പിന്നെ ഈ പിന്നെ നല്ലതല്ലേ? അപ്പോ വെളുത്തുള്ളിയിലെ അലിസിൻ പിന്നെ ഈ ഷുഗറിന് നല്ലതല്ലേ? എനിക്ക് അയാള് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണം. എന്നോട് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. വെളുത്തുള്ളിയിലെ അലിസിൻ നല്ലതല്ലേ? ഷുഗറിന് നല്ലതല്ലേ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, വെളുത്തുള്ളി നമ്മൾ വായിലേക്ക് ചവച്ചിറക്കുന്ന സമയത്ത് അധികം നമുക്ക് കഴിക്കാനാകില്ല. അത് ഉണ്ടാക്കും, പൊള്ളലുണ്ടാക്കും. ചെറിയ ചെറിയ മ്യൂക്കസിനൊക്കെ പൊള്ളലുണ്ടാക്കും. അപ്പോ അത് നമുക്ക് ഇനി ഒന്നോ രണ്ടോ വെളുത്തുള്ളി അല്ലി ചവച്ചരച്ച് കഴിച്ചാൽ തന്നെ നമ്മളെ വയറ്റിലെ ഹൈഡ്രോക്ലോറിക് ആസിഡും വായിലെ എൻസൈമും ഇതൊക്കെ ചേർന്നിട്ട് അത് നിർവീര്യമായി പോവും. അതുകൊണ്ട് അതിന് വലിയ എഫക്റ്റ് ഉണ്ടാവൂല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. നിങ്ങൾക്കറിയില്ല അതിന്റെ എഫക്റ്റ് ഉണ്ടാവൂല എന്ന്. അപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചെന്താ വെച്ചാല്, സ്റ്റെബിലൈസ്ഡ് അലിസിൻ ഉപയോഗിച്ചൂടെ എന്ന് ചോദിച്ചു. ഇപ്പൊ മാർക്കറ്റിൽ നമ്മളത് ഡയാബ ലൈഫിലെ സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ്ഡ് അലിസിനാണ്. അത് വയറ്റിലെത്തിയാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൊണ്ട് നിർവീര്യമായി പോവില്ല. അപ്പൊ ആ ഡയറക്റ്റ് ബ്ലഡിലേക്ക് എത്തും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചെന്ന് വെച്ചാൽ, സ്റ്റെബിലൈസ്ഡ് അലിസിൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചൂടെ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം എന്നോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നല്ലൊരു ഡോക്ടർ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. പ്രായമുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹം ഡയബറ്റോളജിസ്റ്റ് ആണ്. അപ്പോൾ സ്റ്റെബിലൈസ്ഡ് അലിസിനെ പറ്റി അറിയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങി. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അയാൾ ഇതുവരെ പോയി കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഏതായാലും സ്റ്റെബിലൈസ്ഡ് അലിസിൻ ഉണ്ട്, ഞാനത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഫാർമസിസ്റ്റ് ആണ്. അപ്പോ സാറ് നമ്പർ തന്നാൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അപ്പോ അയാൾ വേഗം നമ്പർ തന്നു, നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു ഡോക്ടർക്ക് പോലും മാർക്കറ്റിൽ നിന്ന് സ്റ്റെബിലൈസ്ഡ് അലിസിൻ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പൊ പിന്നെ ഒരു സാധാരണക്കാരനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അറിയാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നമ്മൾ ഇതെന്താ വെച്ചാൽ പറയുക, നിരന്തരം നമ്മൾ ഈ ബിസിനസ് പറയുക എന്നുള്ളതാണ്. ഞാനൊരു 10 ആളെ കണ്ട്, 80-20 പ്രിൻസിപ്പിൾ നമ്മളെ ലീഡേഴ്സ് ഒക്കെ പഠിപ്പിക്കല്ലേ. അപ്പൊ ഞാനൊരു 10 ആളെ കണ്ട്, ഞാൻ 8 ആളെ കണ്ടിട്ട് 8 ആളെ നോ പറഞ്ഞ പിന്നെ ഇനി ആരും കിട്ടിയില്ലെന്ന് വിചാരിച്ച് നിർത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 9-ാമത്തെയും 10-ാമത്തെ ആള് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ, അതായത് പണ്ടൊരു സിനിമാ നടനുണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിനോട് ഒരു പിന്നെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഒരുപാട് ആരാധകരുണ്ട് അദ്ദേഹത്തിന്, ഒരുപാട് ആരാധകര്. അപ്പൊ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഇത്രയും ആരാധകരെ എങ്ങനെയാണ് സാറിന് കിട്ടിയത്? അതായത് സിനിമാ നടനെ ഇത്രയും ആരാധകരെ എങ്ങനെയാണ് സാറിന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ആ സിനിമാ നടൻ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവരോടും ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറയും. അപ്പൊ എല്ലാവരോടും ഐ ലവ് യു എന്ന് പറയുന്ന സമയത്ത് എല്ലാരും വിചാരിച്ച്, ഓ എന്നോട് ഭയങ്കര ഇഷ്ടാ, എന്നോട് ഭയങ്കര ഇഷ്ടാ.
അപ്പൊ നമ്മളൊരാൾ ഇഷ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പിന്നെ അയാൾ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോ ആയിരക്കണക്കിന് ആൾക്കാരോട് അദ്ദേഹം പറഞ്ഞു, ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് മനസ്സിലേറ്റെടുത്തു. അതുപോലെ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാരോട് പ്രോഡക്റ്റ് പറയുമ്പോൾ അത് പറയുന്ന സമയത്ത് അതിൽ കുറേ ആൾക്കാർ നമ്മളെ സ്വീകരിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം നമ്മൾ പറയാൻ തയ്യാറാവുക, പഠിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ ഈ അലോപ്പതി മേഖലയിൽ ഞാൻ പറഞ്ഞല്ലോ, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു സാധനം പോലും ഇല്ലാന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ സാധാരണയായിട്ട് കഫ്നിലൊക്കെ എന്ന് പറഞ്ഞാൽ കഫ്നിലിനെ പോലെയുള്ള അത്രയും റിസൾട്ട് ആയപ്പോൾ ഞങ്ങളെ എൻ്റെ കൂടെ ഞാൻ എന്നെപ്പോലെ ക്ലാസ് എടുക്കാറില്ലാത്തൊരു ഫാർമസിസ്റ്റ് ഉണ്ട്. പുള്ളി എന്നോട് പറഞ്ഞതെന്താന്ന് വെച്ചാൽ 3 MD ഡോക്ടറെ കാണിച്ചിട്ട് മാറാത്ത ചുമ ഞാൻ 3 കഫ്നിൽ കൊടുത്തിട്ട് മാറിയെന്നാ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് ഞാനിങ്ങനെ എല്ലാവരായിട്ടും ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് സ്റ്റൈൽ എന്താന്ന് പറഞ്ഞാല് നമ്മളെല്ലാം എന്ത് ചെയ്യും, ഒരു കഫ്നിൽ കൊടുക്കും, എന്നിട്ട് കുടിച്ചു നോക്കുമെന്ന് അറിയും. അപ്പൊ ഓൻ കുറെ ചുമച്ച് കുറച്ച് കുറവുണ്ടാവും. അത് തീർന്നാൽ പിന്നെ വാങ്ങൂല. പക്ഷെ ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തയ്യാറാണോ, ഞാൻ മാറ്റിത്തരാം. 3 ഡോക്ടറെ കാണിച്ച കേസല്ലേ, നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ എന്ത് ചെയ്യണം തന്നെ 3 കഫ്നിൽ ഒരുമിച്ച് വാങ്ങണം. അല്ല ഒന്ന് മതി, ഒന്ന് തരില്ല, ഒന്ന് ഞാൻ തരൂല. നിങ്ങൾ 3 കഫ്നിൽ ഒരുമിച്ച് വാങ്ങിക്കോളി. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒന്ന് വാങ്ങും, കുടിക്കും, പിന്നെ കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഒന്ന് വാങ്ങി കഴിക്കും. അപ്പോ അങ്ങനെ അയാൾ 3 കഫ്നിൽ ഒരുമിച്ച് കൊടുത്തു. അതുപോലെ തുമ്മൽ ഇങ്ങനെ സ്ഥിരമായിട്ട് തുമ്മൽ വന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞ്, ഒരു കവചപ്രാശമായിട്ട് ഞാൻ തരില്ല, 3 കവചപ്രാശം ഒന്നിച്ച് വാങ്ങാണ് തരും ഞാൻ. കാരണം മിനിമം ഒരു 3 ബോട്ടിൽ ഇത് രണ്ടും ഇത് കഴിച്ചാലാണ് അസുഖം മാറുക. അപ്പൊ നമ്മൾ അങ്ങനെ പറയില്ല. നമ്മളെന്താ വെച്ചാൽ തൽക്കാലം ഒരു കഫ്നിൽ കിട്ടി, 50 റുപ്യയിൽ കിട്ടി, അല്ല 60 റുപ്യയിൽ കിട്ടി, അത് പോരട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നമ്മള് ജനങ്ങൾക്ക്, അതായത് നിങ്ങൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് എടുത്ത് മാറിയിട്ടുണ്ടെങ്കിൽ അത് അയാൾ ആരോടും പറയില്ല മാറിയെന്ന്. അതേ സ്ഥാനത്ത് ഒരാൾക്ക് പ്രോഡക്റ്റ് എടുത്ത് മാറിയില്ലെങ്കിൽ അത് 4 ആളോട് പറയും, 4 ആൾ 8 ആളോട് പറയും, 8 ആൾ 16 ആളോട് പറയും. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് നല്ല കാര്യങ്ങൾ ഒരിക്കലും അധികം സ്പ്രെഡ് ആവൂല. നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പത്രം രാവിലെ വായിക്കുകയേ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നെഗറ്റീവ്സ് മാത്രാണ്. അതുപോലെ ഒരു കുട്ടി സ്ഥിരമായിട്ട് TV കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 10-12 വയസ്സാകുമ്പോഴേക്കും ഒരു 50,000 നെഗറ്റീവ് കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ ആ കുട്ടി കണ്ടിട്ടുണ്ടാവുന്ന. അപ്പൊ നെഗറ്റീവ് സംസാരിക്കുന്ന ആൾക്കാരായിട്ട് കൂട്ടുകൂട്ടരുത്. നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ, അല്ല, നെഗറ്റീവ് കാര്യങ്ങൾ പറ്റി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആൾക്കാരായിട്ടും കൂട്ടുകൂടാതെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നല്ല ഒരു പോസിറ്റീവ് എനർജിയോടുകൂടിയേ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന സമയത്തിലേക്ക് അടുക്കാണ്. ഞാൻ ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സമയക്കുറവും, പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 6 AM അത്രയും നമുക്ക് സമയം ഉണ്ടാവുള്ളൂ, രാവിലത്തെ ഇതല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഞാൻ നിങ്ങളെ മീറ്റിങ്ങിന് പലപ്പോഴും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞത് കഴിയുന്നതും അടുത്ത പ്രാവശ്യം പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആവർത്തന വിരസത എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. ഇതില് പലപ്പോഴും ടീമില് ആൾക്കാർ വരാത്ത എന്താ മീറ്റിങ്ങിന്, ഞാൻ ആടെ കേട്ടതന്നെയല്ലേ കേൾക്കാൻ പോകുന്നതെന്നുള്ളതാ. കേട്ടതന്നെയല്ല കേൾക്കാൻ പോകുന്നതെന്നുള്ള പറയാ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാരും അതുപോലെ തന്നെ നമ്മൾ ചെറിയ പിന്നെ ചായപ്പീടിയൊക്കെ ഇല്ലേ, അവിടെയുള്ള ആൾക്കാരൊക്കെ പണി പണ്ടേ നിർത്തി പോകേണ്ടതാ. കാരണം ചായപ്പീടിയയിൽ സ്നാക്സ് ഒക്കെ വിൽക്കുന്ന ചായപ്പീടിയയിൽ ചായ കുടിക്കാൻ കയറിയാല് അവിടുത്തെ സപ്ലയർ എന്ത് വേണം, സപ്ലയർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താ പറയണ്ടേ, എന്തൊക്കെയാ ചായക്കടികൾ എന്ന് വെച്ചാൽ പിന്നെ ഉഴുന്നുവട, പരിപ്പ് വട, സമോസ, പിന്നെ ബോണ്ട, ഇതൊക്കെ ഇങ്ങനെ അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ പറഞ്ഞു വിടണ്ടേ. പറഞ്ഞു തന്നെയല്ലേ പറയുന്നത്. അയാൾക്ക് ഇതൊന്നും എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയാനാവില്ല, ഞാൻ നിർത്തിപ്പോവാന്ന് പറഞ്ഞാൽ അയാൾ ജോലി നിർത്തി പോകില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ എന്താ അസുഖം, ജലദോഷം ഉണ്ടോ, തലവേദന ഉണ്ടോ, അയാളും എന്ത് ചെയ്യണം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയണം. ഡോക്ടർ ഒരിക്കലും എനിക്കിങ്ങനെ ആവർത്തന വിരസത ഉണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് ഒരേ കാര്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറും പണി നിർത്തി പോയിട്ടില്ല. അപ്പൊ നമ്മളെ ജോലി എന്താ, സ്ഥിരമായിട്ട് മീറ്റിംഗ് പങ്കെടുക്കുക, സ്ഥിരമായിട്ട് പിന്നെ പറയുക, നമ്മൾ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ പഠിക്കുക, ആ കേട്ട കാര്യം ഒരു പോയിന്റെങ്കിലും കിട്ടും നിങ്ങൾക്ക്. ഒരു മീറ്റിംഗിൽ പോയാൽ നമ്മൾ കേൾക്കാത്തൊരു ആ പോയിന്റ് ആണ് ഏറ്റവും വലിയ നമ്മുടെ ബിസിനസ്സിനെ മാറ്റിമറിക്കുന്ന ചിലപ്പോൾ ആ കാര്യങ്ങളായിരിക്കും. അപ്പോൾ 6:45 ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു സംസാരം കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. കാരണം ഈ ഒരു അവസരം എനിക്ക് തന്ന റഫീഖ് സാറിനും
അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു 6 AM ക്ലബിൽ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു. താങ്ക് യു അനിൽകുമാർ സാർ. സന്തോഷം. നല്ല ഒരു ക്ലാസ്, വാല്യുബിൾ സ്പീച്ച് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ് അലി സാറ്, STC ലീഡർ മുഹമ്മദ് അലി സാർ, നിങ്ങളൊന്ന് MC ഏറ്റെടുത്ത് ചെയ്യൂ. ഹാൻഡ് റൈസ് ചെയ്ത ആളുകളൊക്കെ വിളിക്കാമല്ലോ കേട്ടോ. ഹലോ, കേൾക്കുന്നില്ലേ? കൂടുതൽ ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്യണ്ട, മറ്റ് ദിവസങ്ങളും നമുക്ക് ഓരോരുത്തർക്ക് ഹാൻഡ് റൈസ് ചെയ്യാലോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ വാല്യൂ, അതാണ് അദ്ദേഹം പറഞ്ഞത്. വൈറ്റമിൻസിന്റെ ഒക്കെ പ്രാധാന്യമാണ് അദ്ദേഹം പറഞ്ഞു വന്നത് തന്നെ, തുടക്കം തന്നെ അദ്ദേഹം പറഞ്ഞതൊരു കാര്യമാണ്. കാരണം മുമ്പ് കാലത്ത് പലവട്ടം അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ വളരെ, ഇന്ന് 470 ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണെന്നല്ല, അദ്ദേഹത്തിന്റെ ക്ലാസ് സരളമായ രീതിയിൽ സ്വതസിദ്ധമായ ശൈലിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ അറിവിന്റെ പാഠവും ശരിക്കും ആ ക്ലാസ്സിൽ നിലച്ച് കാണുന്നുണ്ടാവും. എന്തായിരുന്നാലും നമ്മുടെ പ്രൊഡക്റ്റുകളിലേക്ക് അദ്ദേഹം വന്നതും ശേഷം അദ്ദേഹത്തിനുണ്ടായ ഓരോ റിസർച്ചും ഗവേഷണ ഫലങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 4-5 ആളുകൾ, കൂടുതൽ ആൾ കൈ ഉയർത്താതിരിക്കുക, ശ്രദ്ധിക്കാം. ഉള്ളത് വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ മുഹമ്മദ് അലി സാറേ? എനിക്ക് കൂടുതൽ ടൈം ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഷമീഹ അതിനെ ക്ഷണിച്ചോളുന്നു. ഇന്ന് ആദ്യം തന്നെ ധാരാണി സാറിന് നന്ദി പറയുന്നു. ഇന്നത്തെ MC ഫസ്റ്റിൽ ചെയ്തത് ധാരാണി സാറാണല്ലോ. അതിനുശേഷമല്ലേ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആളിനെ പറഞ്ഞേക്കുന്നത്. എന്തായാലും ധാരാണി സാറിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല. അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് MC ആയാലും ക്ലാസ് ആയാലും എല്ലാം ചെയ്യുന്നത്. പിന്നെ എന്തായാലും അൽഹംദുലില്ലാ ഖൈർ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് സജിനി മാഡം വരാനിരുന്നു. അതിനേക്കാൾ അടിപൊളിയായിട്ട്, എനിക്ക് സജിനി മാഡത്തിനെ കുറിച്ച് അറിയത്തില്ല, പക്ഷെ അതിനേക്കാൾ സൂപ്പർ ആയിരുന്നു ഇന്നത്തെ അനിൽകുമാർ സാറിന്റെ ക്ലാസ്. എന്തായാലും വൈറ്റമിൻ സി സോറി ഓക്കെ. പുതിയൊരു അറിവ് കിട്ടി. കാര്യം എന്ന് വെച്ചാൽ വൈറ്റമിൻ സി കഴിക്കുന്ന ഇതുകൊണ്ട് നമുക്ക് കഫക്കെട്ടുകളും ഇതൊക്കെ വരുന്നു. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും അത് നല്ലൊരു പുതിയൊരു അറിവ് തന്നെയാണ്. സാധാരണ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം. നമ്മുടെ ഒരു പിന്നെന്താ പറയുക, റേഡിയന്റ് സ്കിന്ന് കിട്ടുമെന്നാ പറയുന്നത്. നമ്മുടെ ജോയിന്റ് ഹെൽത്തുകൾക്ക് ആരോഗ്യം ഉണ്ടാവും വൈറ്റമിൻ സി കഴിക്കുന്നതിലൂടെ. നമ്മുടെ പ്രോഡക്റ്റ് വൈറ്റമിൻ സി ഉണ്ടെന്നുള്ളതും എനിക്ക് അറിയാമായിരുന്നു. എന്തായാലും പുതിയൊരു അറിവ് തന്നതിൽ അനിൽകുമാർ സാറിന് വളരെ വളരെ അധികം അഭിനന്ദനങ്ങൾ. എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു സാർ. എന്തായാലും റിവ്യൂ പറയാൻ ഒരുപാട് പേരുണ്ട്. വളരെയധികം എന്താ പറയാ, മങ്ങളൊക്കെ വരുമെന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത്, കാഴ്ചക്ക് പോകുന്നു. പിന്നെ സാറ് പിന്നെ വെൽഫാട്ടിന്റെ പ്രാധാന്യം, പിന്നെ വെരിക്കോസിന് മരുന്ന് കൊടുത്തൊക്കെ സാറ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാറ് നല്ലൊരു ക്ലാസ് തന്നെയാണ് നമുക്ക് തന്നത്. ഏകദേശം നല്ല ഈ അലോപ്പതി മരുന്നിന്റെ സൈഡ് എഫക്റ്റുകളും നല്ല വ്യക്തമായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. ആയുർവേദ മരുന്നിന്റെ പ്രാധാന്യത്തെ കുറിച്ചും സാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല വിജയം. MC-ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എത്തിയിട്ടുണ്ട്. വീഡിയോ ഒന്നും ഓണാക്കാൻ കഴിയാതെ ഫുഡിലും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ബിസിനസ്സിനെ പറയാൻ പഠിക്കലും അതുപോലെ നമ്മള് പഠിക്കാൻ ശ്രമിക്കലുമാണ് ഇതിൽ വേണ്ടതെന്നും അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സിൽ എത്തുന്ന സാറിനെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. വളരെ ഇഷ്ടപ്പെട്ട ക്ലാസ്. ഇത് ഇനിയും നമുക്ക് പല പ്രാവശ്യം കേൾക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ പ്രൊഡക്റ്റും ഇന്ന് നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന ഇംഗ്ലീഷ് മരുന്നുകളിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റുമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതിൽ വന്നു ചേരുന്ന അപകടങ്ങൾ, ഒളിഞ്ഞു കിടക്കുന്ന അപകടങ്ങൾ ഒരുപാട് സാറ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിൽ തന്നെ വളരെ സന്തോഷങ്ങൾ അറിയിക്കുകയാണ് സാർ. കാരണം നിങ്ങളെപ്പോലെ അറിവുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുമോ സമൂഹം തന്നെ ഉണരും. നമ്മൾ പ്രൊഡക്റ്റിന് തന്നെ ഇപ്പൊ ജനങ്ങളോട് പറയുന്ന കാര്യത്തിൽ സാറ് പറഞ്ഞു, ഓരോരുത്തരെ ക്ഷണിക്കല് ആവർത്തിച്ച് 1000 ആളുകളോട് പറയുമ്പം അത് പലരും അത് ശ്രദ്ധിക്കും, കേൾക്കും, അനുസരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞല്ലോ. അപ്പൊ എനിക്കും പറയാനുള്ളത്, നമ്മൾ എന്താക്കുക, പലരോടും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പലരോടും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, മനസ്സിലാക്കുക.
ഉൽപ്പന്നങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും സാധിക്കട്ടെ. സാറ് തന്ന ഇന്നത്തെ ക്ലാസ്സിന് എല്ലാവിധ ഭാവങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നു. കേൾക്കുന്നുണ്ടോ സാറേ? ഓ, കേൾക്കുന്നു സർ. ഇന്ന് എംസി ചെയ്ത ധാരാണി സാറിനും അതിനുശേഷം വന്ന മുഹമ്മദ് സാറിനും ഇന്നത്തെ പ്രാർത്ഥനാഗീതം ആലപിച്ച അമ്മിണി മാഡത്തിനും ഇന്ന് ഗസ്റ്റായി വന്ന അനിൽകുമാർ സാറിനും ആദ്യമായി ഞാൻ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ സാറ് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. വെൽനസിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നും ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് സാഹചര്യം കൊണ്ടാണെന്നും വാഹന പുകയുടെ കാർബൺ മോണോക്സൈഡ് ജലദോഷത്തിന് കാരണമാണെന്നും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്നാണ് സിട്രസണും ആവിൽ 25 എന്നൊക്കെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു. ഇത് കഴിച്ചാൽ തടി കൂടാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതിൽ സ്റ്റിറോയിഡ് അടങ്ങിയതാണെന്നൊക്കെ വളരെ വളരെ വിശദമായി പറഞ്ഞു തന്ന അനിൽകുമാർ സാറിന്, പിന്നെ അതോടൊപ്പം തന്നെ വെരിക്കോസ് വെയിനിന്റെ കാര്യവും അദ്ദേഹം പറഞ്ഞു തന്നു. വെൽ ഹാർട്ട്, ഡെയിലി ഡിറ്റോക്സ്, ബ്ലഡ് പ്യൂരിഫയർ, വൂണ്ട് ഹീൽ എന്നിവയൊക്കെ കൊടുത്തിട്ട് ഒരു സ്ത്രീക്ക് ഇത് സുഖം പ്രാപിച്ചെന്ന കാര്യവും പറഞ്ഞു തന്നു. ഇത്തരത്തിൽ വിശദമായി ക്ലാസ് എടുത്ത അനിൽകുമാർ സാറിന് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഇതിനെ ഗസ്റ്റായിട്ട് വന്ന ധാരാണി സാറ്, മുഹമ്മദ് സാർ, മുഹമ്മദ് ലീഡേഴ്സ് ഒക്കെ പറഞ്ഞ മാതിരി തന്നെ അനിൽകുമാർ സാർ ഇന്ന് നമുക്ക് മോർണിംഗ് മീറ്റിൽ കിട്ടിയായിരിക്കുന്ന ആ ഒരു അറിവ്, ഒരു തിരിച്ചറിവ് എന്നൊക്കെ പറഞ്ഞത് എന്താ പറയാ, നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ നമ്മൾ എന്താണ്, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെയാണ് സാറ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കോമ്പിനേഷനാണ് വളരെ പ്രധാനം. നമ്മളെ അതിനെക്കുറിച്ച് പഠിക്കുക, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. നമ്മളെ പ്രൊഡക്റ്റ് കവചപ്രാശത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ വൈറ്റമിൻ സി ഒക്കെ കിട്ടുന്നതാണ്. സാറ് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു.